ഹല്ലേലൂയ 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 സ്തോത്രം യേശുവേ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എഫേസോസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവാക്യം. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവാക്യം. ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും സകല വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവാക്യം. ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് കർത്താവ് അത്യുന്നതനാണ്. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും നമ്മെ തന്നെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിന്റെ ഫലമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും നമുക്ക് ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തികൾക്ക് സ്തുതി ചൊല്ലാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ മഹത്വം, കർത്താവിന്റെ മഹത്വം. നമുക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ മഴ പിടിച്ച ഒരു അന്തരീക്ഷത്തിലും പ്രതികൂലമായ സാഹചര്യങ്ങൾക്കിടയിലും നമ്മളെ ദൈവം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ IMS അമ്മയുടെ ഈ തിരുനടയിൽ 6 മാസം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. ഏതാണ്ട് ഒരു ആദ്യത്തെ തിങ്കളാഴ്ച ശുശ്രൂഷയിൽ ദൈവമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയത്. ദൈവത്തിൻ്റെ അനുഗ്രഹം അനന്തമായിട്ട് നമ്മളിലേക്ക് വർഷിക്കുന്ന പരമപരിശുദ്ധ നിമിഷത്തിലേക്ക് നിങ്ങളെ ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സെമിനാരി കുട്ടികളുടെ ധ്യാനത്തിന് വേണ്ടി വയനാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഒരു ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി 2 വൈദികരും ഒരു 15ഓളം ആൾക്കാർ അവിടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ +2 പാസ്സായ ഒരു പെൺകുട്ടി, ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇവള് ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് ഞാനും കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, അച്ഛാ ഞാനൊരു വചനം പറഞ്ഞോട്ടെ? ഞാൻ പറഞ്ഞു വചനം പറഞ്ഞോളൂ. അവളൊരു വചനം അങ്ങ് പറഞ്ഞു. അടുത്ത അച്ഛൻ്റെ അടുത്ത് ചെന്നു, അച്ഛാ ഞാനൊരു വചനം പറഞ്ഞോട്ടെ? അപ്പോൾ അവൾ അടുത്ത വചനം പറഞ്ഞു. ചുമ്മാ ഒറ്റ വചനമൊന്നുമല്ല, ദൈവ സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ ഒറ്റ വചനമൊന്നുമല്ല, ഒരു പാരഗ്രാഫ് അവളൊക്കെ പറയുവാണ്. അങ്ങനെ ഞാൻ കാണുന്ന കാഴ്ച, ഇവൾ അവിടെ കൂടിയിരുന്ന ഈ 15 പേരോടും ചെന്ന് ചോദിക്കുവാണ്, ഞാനൊരു വചനം പറഞ്ഞോട്ടെ? കൊച്ചു കുഞ്ഞിനോട് ഞാനൊരു വചനം പറഞ്ഞോട്ടെ? അപ്പോൾ അവർ പറയും, ആ വചനം പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ. അപ്പോൾ അവൾ ആ വചനം പറയും. അപ്പോൾ എനിക്കിതിൻ്റെ സാഹചര്യം മനസ്സിലായില്ല. ഇവൾ കുഞ്ഞു മുതൽ 4-ാം ക്ലാസ് മുതൽ ഇതാണ് ഇവളുടെ സ്വഭാവം. ഇവർ നിർധനമായ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലാണ്, പഠിക്കാൻ മിടുക്കിയാണ്. അപ്പോൾ ഇവളുടെ മനസ്സിലൊരു നിയോഗം എങ്ങനെയാണ്, ഞാനൊരു 1000 പേരോട് വചനം പറയുന്നതിന് മുമ്പ് കർത്താവ് എനിക്ക് BSW പഠിക്കാൻ സാമ്പത്തിക ഭദ്രത ഒരുക്കി തരും. ഇവള് 169ാമത്തെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ, ഇവളുടെ അപ്പനൊരു ശുശ്രൂഷകനാണ്, വിളിച്ചിട്ട് പറയാണ്, അവൾ ഇഷ്ടമുള്ള കോളേജിൽ അവളെ കൊണ്ട് ചേർത്തോ, അവളുടെ പഠനത്തിൻ്റെ സകല കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാമെന്ന്. എനിക്കിത് വലിയൊരു പ്രചോദനമായി. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലായിടത്തും ഞാൻ തോപ്പ് പള്ളിയിലെ സഹവികാരിയാണ്. അപ്പം ഞാനിപ്പോൾ അവിടെ കുടുംബ കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പം 60 ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെന്നിട്ട് ചോദിക്കും, ഞാനൊരു വചനം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ IMS കൂടിയിരിക്കുന്ന ആൾക്കാരോട് ഞാനൊരു വചനം പറഞ്ഞോട്ടെ?
ഞാനൊരു വചനം പറഞ്ഞോട്ടെ? ആയിക്കോട്ടെന്ന്. മിക്ക പ്രവചനം 7:7. ഞാൻ കർത്താവിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾക്കെല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾ ആരെ കണ്ടാലും ചോദിക്കാം, ഞാനൊരു വചനം പറഞ്ഞോട്ടെ? അപ്പൊ അവർ പറയും, നിങ്ങൾ വചനം പറഞ്ഞോ. അവരുടെ അനുവാദത്തോടൊരു വചനം പറയുമ്പം കേൾക്കുന്നവരിലേക്ക് കൃപ കിട്ടും, പറയുന്നവരിലേക്കും കൃപ കിട്ടും. ഞാൻ മറ്റൊരു വചനം പറഞ്ഞോട്ടെ? നിയമാവർത്തനങ്ങളുടെ പുസ്തകം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ഈശോയെ നന്ദി. വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏകദേശം 45 1 മണിക്കൂറോളം സമയമുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. ദൈവം വചനത്തിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവുമായി അണമുറിയാത്ത ഒരാത്മബന്ധം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മോട് വിശുദ്ധ ഗ്രന്ഥം നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ദൈവവുമായി അണമുറിയാത്ത ഒരാത്മബന്ധം കാത്തു സൂക്ഷിക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 17-ാം തിരുവാക്യം നമ്മൾ ഇതുമായിട്ട് കൂട്ടി വായിക്കാം. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കർത്താവിനെ വിളിച്ച് കരയും, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവവുമായി അണമുറിയാത്ത ഒരാത്മബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാം തിരുവാക്യത്തിൽ ദൈവം വീണ്ടും പറയും, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ കർത്താവിനെ വിളിച്ച് ഉറക്ക നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ ജലധാര പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഒഴുക്കുക. ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത. ഇനി നിയമാവർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 29-ാം തിരുവാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടും കൂടി നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. ദൈവവുമായി അണമുറിയാത്ത ഒരാത്മബന്ധം ഉണ്ടായിരിക്കണമെന്ന് പഴയ നിയമവും പുതിയ നിയമവും നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ അണമുറിയാത്ത ആത്മബന്ധത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് ഇതിന്റെ ഉത്തരം. ദൈവവുമായുള്ള അണമുറിയാത്ത ആത്മബന്ധത്തിന്റെ പേരാണ് പ്രാർത്ഥന. ഈ ആത്മബന്ധത്തിന് പോറലേൽപ്പിക്കരുതെന്നും ഒളിമങ്ങാതെ ജീവിതത്തിൽ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കണമെന്നും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി എങ്ങനെയുള്ള ഒരു ആത്മബന്ധമാണ് ദൈവത്തിന് അഭിലഷണീയമായത്? അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? നമുക്ക് ദൈവത്തോടുള്ള പരാതിയും പരിഭവവും, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഇറക്കി വെക്കുന്ന പരാതികളുടെ ലുത്തിനിയും പരിഭവത്തിന്റെ പാണ്ടക്കെട്ടും ഇതാണ്. പ്രാർത്ഥനയുടെ നിലാശോഭയിൽ നമ്മൾ നിരന്തരം നിറഞ്ഞു ജീവിച്ചിട്ടും ബലിവിരുന്നിന്റെ അവാച്യമായ നിർവൃതി നമ്മൾ നാവിൻ തുമ്പിൽ ആസ്വദിച്ചിട്ടും കൃപയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തി നിന്നിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അൾത്താരെ അള്ളിപ്പിടിച്ച് വിങ്ങിപ്പൊട്ടിയിട്ടും കുമ്പസാരനെ കൂടിനെ കെട്ടിപ്പിടിച്ച് ദൈവത്തോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ടും ദേവാലയത്തെ സാഷ്ടാംഗം വിളിച്ച് ആരാധിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. 1000 നൊവേനകളിൽ പങ്കെടുത്തിട്ടും അതിന് ആനുപാതികമായി ബലിയർപ്പിച്ചിട്ടും മുട്ടിന്മേൽ ഇഴഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും കാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം എന്റെയും നിന്റെയും ചങ്കിലെ ഒരു നൊമ്പരമാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് ആവശ്യപ്പെടുന്ന ചില ദൈവം പ്രാർത്ഥന ശ്രവിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് നേരെയാണ് ദൈവം ചെവി തുറക്കുന്നത്? അത് മനസ്സിലാക്കാൻ ബൈബിളിൽ ദൈവം ശ്രവിച്ച ചില പ്രാർത്ഥനകളിലേക്ക് നമുക്ക് തീർത്ഥയാത്രയായിട്ട് പോകാം. ഒരുപക്ഷെ വേണ്ട വിധം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ബൈബിളിൽ ദൈവം ശ്രവിച്ച ചില വ്യക്തികളുടെ പ്രാർത്ഥന നമുക്ക്
മാതൃകയായും ഉദാഹരണമായിട്ടും ഈ ആത്മീയതയുടെ ചിമിഴിൽ തുന്നിച്ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ആബേലിന്റെ പ്രാർത്ഥനയാണ്. ദൈവം ശ്രവിച്ച ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ആബേലിന്റെ പ്രാർത്ഥനയാണ്. കായേനും ആബേലും ബലിയർപ്പിച്ചതിന്റെ ഒരു ചിത്രം ഉൽപ്പത്തി ഗ്രന്ഥകാരൻ വളരെ ഹൃദ്യവും മനോഹരമായിട്ട് 4-ാം അധ്യായത്തിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, ആബേൽ നല്ലത് കാഴ്ചവെച്ചതുകൊണ്ട് ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു, കായൻ മോശപ്പെട്ടത് കാഴ്ചവെച്ചതുകൊണ്ട് ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടില്ല എന്നാണ് ബൈബിള് വായിക്കാത്ത, ബൈബിളിനെ കുറിച്ച് ആഴമായി അറിയാത്ത നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു പരാമർശം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ല. ആബേൽ നല്ലത് കാഴ്ചവെച്ചുവെന്നും കായൻ മോശപ്പെട്ടതാണ് കാഴ്ചവെച്ചെന്നും വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. രണ്ടുപേരും പ്രാർത്ഥിച്ചു, രണ്ടുപേരും കാഴ്ച സമർപ്പിച്ചു, രണ്ടുപേരും ദൈവത്തിന് കൊടുത്തു. പക്ഷേ കായന്റെ ബലി, കായന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, ആബേലിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോ കൊടുത്തതായിരുന്നില്ല പ്രശ്നം, രണ്ടുപേരും കൊടുത്തു. കൊടുത്തതായിരുന്നില്ല പ്രശ്നം, കൊടുത്തവനിലായിരുന്നു പ്രശ്നം. നമ്മൾ എന്തു കൊടുത്തു, ആ കൊടുത്തതിലല്ല പ്രശ്നം, കൊടുക്കുന്ന നമ്മളിലാണ് പ്രശ്നം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം തിരുവാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കായൻ തന്റെ കൃഷിയുടെ ഒരു ഭാഗം കർത്താവിന് സമർപ്പിച്ചു. ആബേൽ തന്റെ കടിഞ്ഞൂൽ ആട്ടിൻപറ്റത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അതിന്റെ കൊഴുപ്പ് ദൈവത്തിന് സമർപ്പിച്ചു. അതായത് ആബേൽ ഉള്ളതിൽ നിന്ന് ശ്രേഷ്ഠമായത് ദൈവത്തിന് കൊടുത്തു, കായൻ തന്റെ ഉള്ളതിന്റെ ഒരു പങ്ക് കൊടുത്തു. ഉള്ളതിന്റെ ഒരു പങ്ക് കൊടുക്കുന്നതും ഉള്ളിൽ തട്ടിക്കൊടുക്കുന്നതും രണ്ടും തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. എന്തു കൊടുത്തു എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെയുള്ളത് കൊടുത്തു എന്നുള്ളതാണ് പ്രധാനം. കൊടുക്കുന്നവന്റെ ഉള്ളം കൈയിലേക്ക് നോക്കുന്നവനല്ല ദൈവം, കൊടുക്കുന്നവന്റെ ഉള്ളിലേക്ക് നോക്കുന്നവനാണ് ദൈവം. നിങ്ങൾ എന്തു കൊടുത്തു എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെയുള്ളത് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് പ്രധാനം. ബൈബിളില് വിധവയുടെ കൊച്ചുകാശിന്റെ ഒരു ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ നേർച്ചപ്പെട്ടിയില് ധനാഢ്യന്മാരും പണമുള്ളവരെല്ലാം വലിയ നോട്ടുകെട്ടുകളൊക്കെ നിക്ഷേപിക്കുന്ന കണ്ടു. പക്ഷെ ഈ വിധവയുടെ 2 ചെമ്പ് നാണയം കർത്താവിന്റെ കണ്ണിലുടക്കി. ബാക്കിയുള്ളവർ കൊടുത്തതൊക്കെ നോട്ടുകെട്ടുകളാണ്, പക്ഷേ ഇവരുടെ 2 ചെമ്പ് നാണയം കർത്താവിന്റെ കണ്ണിലുടക്കി. അതിന്റെ അർത്ഥം ഈശോ നോക്കിയത് അവള് കൊടുത്ത ചെമ്പ് നാണയത്തിലേക്കല്ല, ഈശോ നോക്കിയത് അവരുടെ ഉള്ളിലേക്കാണ്. കൊടുക്കുന്നവന്റെ വസ്തുക്കളുടെ ഗുണമല്ല, കൊടുക്കുന്ന വ്യക്തിയുടെ ഗുണമാണ് പ്രാർത്ഥന കേൾക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ കൺവെൻഷൻ നടത്തിയത് കേരളത്തിലെ പ്രശസ്ത ധ്യാനഗുരുവായ മാത്യു വയലാമണ്ണിലച്ചനാണ്. ആ സമയത്ത് ഞാൻ ഈ മംഗലം പള്ളിയിൽ സഹവികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നൊരു സമയമാണ്. അപ്പൊ ഈ ധ്യാനത്തിന് ശേഷം, ഈ കൺവെൻഷന് ശേഷം ഒരു സഹോദരി എന്നോട് പങ്കുവച്ച വളരെ വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമുണ്ട്. ഈ 5 ദിവസത്തെ കൺവെൻഷന് പങ്കെടുക്കണമെന്ന് ഈ സഹോദരിക്ക് ആഗ്രഹമുണ്ട്. ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഈ ഷോപ്പിന്റെ ഉടമസ്ഥൻ ഈ സഹോദരിക്ക് 5 ദിവസത്തെ ലീവ് കൊടുത്തില്ല. 5-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ലീവ് കൊടുത്തു. അതില് ഭയങ്കര വിഷമമുണ്ട്. ഈ പങ്കെടുക്കുന്നത്